back to our YouTube channel. It's me, Avikutti. It's me, Avikutti. അവനുണ്ട് ഇവിടെ. സോറി ഗൈസ്, അവനിവിടെ ഇല്ലാത്ത കാരണം ഞാൻ ആ ഫ്ലൂവിലങ്ങ് പറഞ്ഞു പോയതാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് ഗൈസ്. ഇന്ന് എല്ലാവരും നമ്മുടെ ഇതായിട്ട് നിങ്ങളെല്ലാവരും എന്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ബിരിയാണി ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. എല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഇരുന്ന് പോരാൻ തുടങ്ങി. അത് കാരണം ഞാൻ പെട്ടെന്ന് ഒരു ഗെയിം ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഗെയിം ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ശേഷം നിങ്ങൾക്കും അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാമെന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ആക്ച്വലി സിമ്പിളാട്ടോ. ഇത് വെക്കേഷനൊക്കെ യൂസ്ഫുള്ളാണ് ഗൈസ്. അത് കാരണം ഞാനിങ്ങനെ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചൊരു മനസ്സുകൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ ഗെയിം ബുക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൈ ഗെയിം ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, മൈ ഗെയിം ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഇതെന്താണെന്ന് പതിയെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ തുറക്കുമ്പോൾ നമുക്കൊരു ക്രോസ് വേർഡ് പസിലാണ് ഞാൻ എഴുതിയത്. ക്രോസ് വേർഡിനെ മെയ്സാണ് എഴുതിയത്. ഈ വഴി കൂടെ ഒക്കെ പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കില്ലേ, അതാണ് ഞാൻ ചെയ്തത്. പിന്നെ എന്താണ്, ഇത് എക്സോയ്സും ഒക്കെ കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഞാൻ എങ്ങനൊക്കെ തപ്പിക്കണ്ട് പിടിച്ചതാണ്. ലെറ്ററൊക്കെ എഴുതിയിട്ട് ഇതിൽ താഴെ വേർഡ്സൊക്കെ ഇതിലുണ്ടാവും. വേർഡ് സെർച്ച് ഇത് പറയും. അതൊക്കെയാണ് ഞാൻ നമ്മുടെ ഗെയിം ബുക്കിലുള്ളത്. ഗെയിം 2, ഗെയിം 3 അങ്ങനെയാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്തത്, ആദ്യം കളർ പേപ്പറോ റഫോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ റഫിലാണെങ്കിൽ നിങ്ങളത് പെയിൻ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളത് ഫോൾഡ് ചെയ്ത് പോവുക. ആദ്യം ഫോൾഡ് ചെയ്തിട്ട് ഗം ഒട്ടിക്കുക, പിന്നെ വേറെ പേപ്പർ അടിക്കുക. എത്ര ഗെയിംസ് വേണോ അത്രയും പേപ്പർ എടുക്കണം കേട്ടോ. അത്രയും ഞാൻ പറയുന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്, പിന്നെ ക്രോസ് വേർഡ് പസിലാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ലതാ. പിന്നെ ഞാൻ ക്രോസ് വേർഡ് പസിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നെയിം പ്ലേസ് അനിമൽ തിങ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രം ചെയ്ത രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവന് എൻ്റെ കൂടെ വരും. അവൾക്കും ഇതുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അവനൊക്കെ ചിരിക്കാം. ഇത് സാറ്റ് ഗെയിം. എത്ര ആൾക്ക് സാറ്റ് ഗെയിം അറിയാമെന്ന് പറഞ്ഞൊന്ന് കമൻ്റ് അടിക്കാം കേട്ടോ. ആക്ച്വലി ഇത് എനിക്ക് അവനെയാണ് പറഞ്ഞത് സാറ്റ് എങ്ങനെയാണ് കളിക്കുന്നത്. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ അറിയുന്നവരെ കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് പേപ്പറാട്ടോ. ഞാൻ എല്ലാ പേപ്പർ എടുത്ത് ഗമ്മൊട്ടിച്ച് വെച്ചിരിക്കുക. പേപ്പർ എപ്പോഴായാലും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത് കാരണം പേപ്പറൊക്കെ ഇട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കവറ് പോലെ ആക്കിയിട്ട് ഇട്ടിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് തുറക്കാൻ പറ്റും. ഇത് പൊക്കിയിട്ട് നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അത്ര നമുക്ക് ഫ്രൂട്ടായാലും വെജിറ്റബിൾസ് ആയാലും എന്തൊരു സാധനം ആയാലും അത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഫ്രൂട്ടാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഗ്രേപ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് 3 പേപ്പറിൽ ഗ്രേപ്സ് എഴുതാം. അവന് ഉണ്ടെങ്കിൽ അവൾ വാട്ടർമെലൺ ആണെങ്കിൽ 3 പേപ്പർ വാട്ടർമെലൺ എന്ന് എഴുതാം. പിന്നെ ബാക്കി ആരെങ്കിലും ഉണ്ടോ, ബാക്കി ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോൾ മാംഗോ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ മാംഗോന്ന് 3 പേപ്പർ എഴുതുക. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് 3 പേപ്പറായിട്ട് എടുക്കുമ്പോൾ സെയിം ആണെങ്കിൽ സാറ്റ് അടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഷഫിൾ ആക്കിക്കൊണ്ടിരിക്കും. അതാണ് കേട്ടോ ഗെയിം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയിൻറ്റ്സും ഉണ്ട്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് 100, സെക്കൻഡ് കിട്ടുന്നവർക്ക് 50, മറ്റുള്ളവർക്ക് 0. അതാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ലൂഡോ കേട്ടോ ഒരു അലമ്പാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ കളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഇന്നലെ ഒന്ന് കളിച്ച് നോക്കി, കുഴപ്പമില്ല. അതിനുള്ള ഇതാണ് നിങ്ങൾ ഇതിൽ കണ്ടത്. അതാണ് മറ്റേതുള്ളത് കേട്ടോ. ഓർക്കാനും കഴിയില്ല. അതിനുള്ള മറ്റേ ഈ ഇതും ബോൾസും ഡേയ്സൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതാണ് കേട്ടോ ലൂഡോടത്. ലൂഡോ കഴിഞ്ഞ് പക്ഷേ നമുക്ക് കളിക്കാം കേട്ടോ. ഞാൻ അലമ്പാക്കി വെച്ചിട്ടൊന്നുമില്ല. ഏകദേശം കളിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് ലൂഡോ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ലൂഡോ ബോർഡ് എടുത്തിട്ട് പോകും കേട്ടോ. അത്രേ ഉള്ളൂ. മീൻസ് അതെടുത്ത് കളിക്കുന്നതാണ്. ഏകദേശം നമുക്ക് എല്ലാവർക്കും ഇതിൽ എന്താ കോമഡി എന്നുണ്ടായതുണ്ട്. ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കായിരുന്നു, ഞാനും അവനും കൂടെ. നമ്മൾ ഈ ബോക്സ് ഇട്ട് ഉള്ളിൽ കയറില്ലേ. സോ ആ ബോൾ എവിടെ പോയി
ആ ബോക്സിട്ട് ഉള്ളിൽ കയറിയിട്ടല്ലേ നമ്മൾ ജയിക്കുക. ആ ബോക്സ് കാണാനില്ല, ഞാനത് വരച്ചതേ ഇല്ല. പിന്നെ അവൻ കളിക്കുമ്പോൾ എന്തോ ഒരു ഇതുണ്ടെന്തോ സംശയം. അത് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ എന്താ വെച്ചാൽ കൂട്ടിൽ കയറാനുള്ള ഇത് ഞാൻ വരച്ചില്ല. കുഴപ്പമില്ല ഗൈസ്. നെക്സ്റ്റ് ഇത് സ്നേക്ക് ആൻഡ് ലാഡറാണ്. ഇത് ഞാൻ ഇപ്പോൾ ചെയ്തതാട്ടോ. എനിക്കെന്തായാലും ഇങ്ങോട്ട് വരച്ചാൽ ഭയങ്കര ബോറായിരിക്കും, നമുക്ക് വേർഡ്സും നമ്പേഴ്സും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ ഇവിടെ സ്നേക്സും ലാഡറും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 17 നിൽക്കുവാണെങ്കിൽ അല്ല 4 നിൽക്കുവാണെങ്കിൽ 17 പോകും. അങ്ങനെയാണ് ലാഡർ ഞാൻ വരച്ചിരുന്നത് കേട്ടോ. ബൈ എന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിം ബുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ലൂഡോടെ എടുത്തതാണ് കേട്ടോ, ഡേയ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിതിൽ എടുത്തിരിക്കുന്ന പേപ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 3 പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എക്സ്ട്രാ അല്ലാതെ റഫ് ജസ്റ്റ് ഒന്ന് ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഗെയിം ബുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിക്കുകയാണല്ലേ. യെസ് ഗൈസ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷു ഒക്കെ വരാറായി. എല്ലാവരും വിഷുയുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരിക്കും വീടുകൾ. ആൻഡ് അപ്പോൾ നമ്മുടെ ഗെയിം ബുക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനത് കളിക്കണേ ഇല്ല കേട്ടോ ഗൈസ്, ഇത് കളിച്ചിട്ടേ ഇല്ല. ഞാനിതെല്ലാം പെൻസിൽ വെച്ച് മാർക്കും ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെക്കേഷൻ ആവട്ടെ ഗൈസ്. ഈ മാർച്ച് കഴിഞ്ഞു ഗൈസ്. ഇതിപ്പോൾ ഏപ്രിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്. അടുത്തൊരു പുതിയ വീഡിയോ, കിഡ്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.